സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനെതിരെ സൈനിക നീക്കം നടത്തി കുടുങ്ങിയ അവസ്ഥയിലാണ് ട്രംപും നെതന്യാഹു. നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ചോദ്യം. നെതന്യാഹു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ തുടർച്ചയായി വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇസ്രായേൽ. ആ വീഡിയോകളെല്ലാം വ്യാജമാണെന്ന് സോഷ്യൽ മീഡിയ തെളിവ് സഹിതം പൊളിച്ചെടുക്കുന്ന സാഹചര്യവുമുണ്ട്. നെതന്യാഹുവിൻ്റെ അസാന്നിധ്യം വ്യക്തമാണ് എന്ന് ഉറപ്പിക്കുകയാണ് നെറ്റിസണുകളും ചില യൂട്യൂബർമാരും. ട്രംപ് ആകട്ടെ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാനിൽ നിന്ന് പിടിച്ചെടുക്കാൻ കൂട്ടുവരുമോ എന്ന് ചോദിച്ച് മറ്റ് രാജ്യങ്ങളുടെ പിറകെയാണ് ട്രംപ് ഇപ്പോൾ. തൻ്റെ ആവശ്യം ആരും അനുസരിക്കാത്തതിൻ്റെ കലിപ്പിലുമാണ് ട്രംപ്. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിൽ നിന്ന് മുജ്തബ ഖൊമൈനി രക്ഷപ്പെട്ടത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണെന്ന ദി ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതിനിടെ ഇറാനിൽ സൈലൻ്റായി ചില ഓപ്പറേഷനുകൾ നടത്തുകയാണ് പുടിൻ. മുജ്തബ ഖൊമൈനിയെ ചികിത്സയ്ക്കായി ഇസ്രയേൽ അമേരിക്ക ചാരവിമാനങ്ങളുടെ അല്ലെങ്കിൽ ചാര സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് പുടിൻ റഷ്യയിലേക്ക് കടത്തിയത് അമേരിക്കയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുടിൻ്റെ ഈ ഓപ്പറേഷനും ട്രംപിൻ്റെ കലിപ്പ് കൂട്ടിയിട്ടുണ്ട്. ഈ 3 പോയിന്റുകളിലൂടെ കടന്നു പോവുകയാണ് ഈ വീഡിയോ. ആദ്യം നെതന്യാഹുവിൻ്റെ കാര്യം തന്നെ എടുക്കാം. നെതന്യാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ചോദ്യം. ഈ ചോദ്യം ഉയർന്നതുമായി ബന്ധപ്പെട്ട ടൈം ലൈൻ, അതായത് സംഭവ വികാസങ്ങൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഈ ഘട്ടത്തിൽ. നെതന്യാഹുവിൻ്റെ ഓഫീസ് ലക്ഷ്യമാക്കി ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയ മാർച്ച് 2 മുതലാണ് ഈ ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നു തുടങ്ങിയത്. വളരെയേറെ കൃത്യതയുള്ള ഖൈബർ മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് അന്ന് തന്നെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇത് നിഷേധിച്ചു. ഇറാൻ്റെ അവകാശവാദം മാത്രമാണ് എന്നാണ് എല്ലാവരും അന്ന് വിചാരിച്ചത്. എന്നാൽ പിന്നീട് നെതന്യാഹു മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാത്തത് വലിയ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചു. മാത്രമല്ല, നെതന്യാഹുവിൻ്റെ ഔദ്യോഗിക വിമാനമായ വിങ് ഓഫ് സിയോൺ ഗ്രീസിൽ കണ്ടതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി. തുടർന്ന് മാർച്ച് 12 നെതന്യാഹുവിൻ്റെ എക്സ് അക്കൗണ്ടിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ഇറാനും ഹിസ്ബുള്ളയ്ക്കും മേൽ ഇസ്രയേൽ വിജയം നേടുന്നു എന്ന് അവകാശപ്പെട്ടായിരുന്നു ആ വീഡിയോ. പക്ഷേ ആ വീഡിയോ AI ജനറേറ്റഡ് ആണെന്ന് നെറ്റിസണുകൾ കണ്ടെത്തി. അതിന് പ്രധാന കാരണം വീഡിയോയിൽ കണ്ട നെതന്യാഹുവിന് 6 വിരലുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഇതോടെ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള അഭ്യൂഹം കൂടുതൽ ശക്തമായി. മാർച്ച് 15 നെതന്യാഹുവിൻ്റെ എക്സ് അക്കൗണ്ടിൽ പുതിയ വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ജെറുസലേമിലെ സതാഫ് എന്ന കഫേയിൽ നിന്ന് നെതന്യാഹു കാപ്പി കുടിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരുന്നു വീഡിയോ. ഈ വീഡിയോയിൽ തനിക്ക് ഒരു കൈയിൽ 5 വിരലുകളേ ഉള്ളൂ എന്ന് പറഞ്ഞ് നെതന്യാഹു 2 കൈയും പൊക്കി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇലോൺ മസ്കിൻ്റെ ഗ്രോക്ക് AI നെതന്യാഹുവിനെ ചതിച്ചു. ഈ കോഫി ഷോപ്പ് വീഡിയോ 100% ഡീപ്പ് ഫേക്ക് ആണെന്നാണ് ഗ്രോക്ക് AI വിശേഷിപ്പിച്ചത്. വീഡിയോയിലെ ചുണ്ടനക്കം കറക്റ്റ് അല്ല, കോഫി കപ്പിലെ കാപ്പിയുടെ അളവ് അനങ്ങാതെ ഇരിക്കുന്നു എന്നൊക്കെ ഗ്രോക്ക് AI കണ്ടെത്തി. മുൻ വീഡിയോകളിലുള്ള നെതന്യാഹുവിൻ്റെ നെറ്റിയിലെ ചുളിവുകൾ ഈ വീഡിയോയിൽ കാണാനുമില്ല. ഇടം കയ്യനായ നെതന്യാഹു വലത് കൈ കൊണ്ട് കാപ്പി കുടിക്കുന്നതും കോട്ടിൻ്റെ പോക്കറ്റിൽ കൈയിടുമ്പോഴുള്ള അസ്വാഭാവികമായിട്ടുള്ള നീക്കങ്ങളും നെറ്റിസണുകൾ ചർച്ചയാക്കി. ഇതെല്ലാം കൊണ്ട് തന്നെ ഈ വീഡിയോ AI ജനറേറ്റഡ് ആണെന്ന് സോഷ്യൽ മീഡിയ അങ്ങ് ഉറപ്പിച്ച മട്ടാണ്. പിന്നാലെ ജെറുസലേമിലെ ഒരു പാർക്കിൽ നിന്നുള്ള നെതന്യാഹുവിൻ്റെ ദൃശ്യവും അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഈ വീഡിയോയിൽ നെതന്യാഹുവിൻ്റെ മോതിരം അദ്ദേഹത്തെ ചതിച്ചു, അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്ടവർക്ക് നെതന്യാഹുവിൻ്റെ മോതിരവുമായി ബന്ധപ്പെട്ട് ചതിവ് പറ്റി. നെതന്യാഹുവിൻ്റെ വിരലിലെ മോതിരം വീഡിയോയിൽ ഇടയ്ക്ക് അപ്രത്യക്ഷമാകുന്നു, ഇടയ്ക്ക് പ്രത്യക്ഷമാകുന്നു എന്നൊക്കെ നെറ്റിസണുകൾ കണ്ടെത്തി. മാത്രമല്ല, ഈ വീഡിയോ പഴയതാണ് എന്നുള്ള ആരോപണവും ഉയർന്നു വന്നു. ഇതെല്ലാം നെതന്യാഹുവിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള, അതായത് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള അഭ്യൂഹം ശക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ നെതന്യാഹുവിന് ഒന്നും പറ്റിയിട്ടില്ല എന്ന് വാദിച്ച ഇസ്രയേൽ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളും ഇപ്പോൾ മൗനത്തിലാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് ഇറാന് പുതുവർഷം ആശംസിച്ചുകൊണ്ട് നെതന്യാഹുവിൻ്റെ എക്സ് അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ പഴയതാണ് എന്നുള്ള ആരോപണവും ഉയർന്നു വരികയാണ്. ഈ വീഡിയോയിൽ ഇറാനെതിരായ സൈനിക നടപടിയെക്കുറിച്ച് നെതന്യാഹു ഒന്നും പറയുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് നെതന്യാഹു ഇപ്പോഴും ആക്റ്റീവാണെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും തെളിയിക്കാൻ വേണ്ടി ഇസ്രയേൽ ഡീപ്പ് ഫേക്കിനെ ആശ്രയിക്കുകയാണ് എന്നുള്ള ശക്തമായ ആരോപണമാണ് ഉയർന്നു വരുന്നത്. എന്നാൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ്, നിഷേധിക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെതന്യാഹു ലൈവായി, അതായത് തത്സമയം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. നെതന്യാഹുവിൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ മാത്രമാണ് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത്. അതിനിടെ നെതന്യാഹുവിന് പരിക്കേറ്റ ചിത്രം എന്ന നിലയിൽ പ്രചരിക്കുന്ന ചിത്രവും ഡീപ്പ് ഫേക്ക് ആണെന്ന് ഗ്രോക്ക് AI പറയുന്നുണ്ട്. നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല എന്നും ഗുരുതരമായി പരിക്കേറ്റ് ഗ്രീസിൽ ചികിത്സയിലാണ് എന്ന് മറ്റ് ചില റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇറാൻ അവകാശവാദത്തോട് മുഖം തിരിഞ്ഞു നിന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ നെതന്യാഹു എവിടെ എന്നുള്ള ചോദ്യം ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്.
മാർച്ച് 14-15 തീയതികളിൽ ടെൽ അവീവിൽ നടന്ന ഉന്നതതല മിലിറ്ററി കൗൺസിൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗങ്ങളിലും നെതന്യാഹു പങ്കെടുത്തിട്ടില്ല. ഇറാനെതിരായ സൈനിക നടപടി തുടങ്ങിയതിനു ശേഷം നെതന്യാഹു ഇത്തരമൊരു അതിനിർണായകമായ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതും സംശയങ്ങൾക്ക് ബലം കൂട്ടുന്നു. മാത്രമല്ല, നെതന്യാഹുവിൻ്റെ മകൻ്റെ അസാന്നിധ്യം അതും സജീവ ചർച്ചാ വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായ യായിർ നെതന്യാഹു പിതാവിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം അഭ്യൂഹങ്ങളും വാർത്തകളും വന്നിട്ടും പ്രതികരിക്കാത്തത് നെതന്യാഹുവിൻ്റെ കാര്യം സംബന്ധിച്ച സംശയം കൂട്ടുന്നു. അതല്ല, യായിറിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള സംശയവും ബലപ്പെടുന്നുണ്ട്. നെതന്യാഹുവിൻ്റെ സഹോദരൻ ഇദോ നെതന്യാഹു, ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ തലവൻ ഡേവിഡ് ബെർണിയ, തീവ്ര നിലപാടുകാരനായ മന്ത്രിയും പലസ്തീൻ തടവുകാരെ കൊല്ലണമെന്ന് നിരന്തരം ആഹ്വാനം ചെയ്യുന്ന ആളുമായ ഇറ്റാമർ ബെൻഗർ എന്നിവരും ഇറാൻ്റെ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള അഭ്യൂഹം ശക്തമാണ്. ഇവരൊന്നും ഇപ്പോൾ പൊതുരംഗത്തോ മാധ്യമരംഗത്തോ പ്രത്യക്ഷപ്പെടുന്നില്ല. ഇതാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെയും കൂട്ടരുടെയും അവസ്ഥ. ഇനി ട്രംപിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, കടുത്ത നാണക്കേടിലാണ് ട്രംപ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. ആയത്തുള്ള അലി ഖൊമൈനിയെ വധിച്ച് ഇറാനെ പെട്ടെന്ന് കീഴടക്കാമെന്ന തന്ത്രവുമായി ഇറങ്ങിയ ട്രംപിന് അടിതെറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സഖ്യരാജ്യങ്ങൾ ആരും ട്രംപിനൊപ്പം ഇപ്പോൾ ഇല്ല. ഇറാനിൽ നിന്ന് ഹോർമൂസ് പിടിച്ചെടുക്കാൻ ഒപ്പം നിൽക്കണമെന്ന ആവശ്യം സഖ്യകക്ഷികളെല്ലാം തള്ളിക്കളയുകയും ചെയ്തു. ഇതിൽ കടുത്ത അമർഷത്തിലാണ് ട്രംപ്. കാലങ്ങളായി അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങൾ പോലും ട്രംപിൻ്റെ ഈ ആവശ്യത്തെ തള്ളിക്കളഞ്ഞത് പുള്ളിക്ക് വലിയ നാണക്കേടായി. ജർമ്മനി, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കാളികളാകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്നാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് പ്രതികരിച്ചത്. അല്പം ആടി നിന്നെങ്കിലും ഒടുവിൽ ബ്രിട്ടനും സമാന നിലപാടിലേക്ക് തന്നെ എത്തി. ജപ്പാനും ഓസ്ട്രേലിയയും ഹോർമൂസിലേക്ക് കപ്പലുകൾ അയക്കാൻ പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കി. ചൈനയും ട്രംപിൻ്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ രീതിയിലാണ് പെരുമാറുന്നത്. ഇന്ത്യയും ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ്. നയതന്ത്ര പരിഹാരമാണ് ഇന്ത്യ നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ ട്രംപിനെ ഒന്നടങ്കം തള്ളുകയാണ് ലോകരാജ്യങ്ങൾ. അതിനിടയ്ക്ക് ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ്. ഇതെല്ലാം ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ആലോചനയില്ലാത്ത പ്രവൃത്തി കാരണമെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം പ്രതികരിക്കുന്നത്. അതേസമയം ക്രൂഡ് ഓയിലുമായി ഇറാൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്നുണ്ട്. ചൈനീസ്, റഷ്യൻ കപ്പലുകളും ഈ കടലിടുക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇറാൻ കപ്പലുകളെ തങ്ങൾ മനഃപൂർവ്വം ആക്രമിക്കാത്തതാണെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ക്രൂഡ് ഓയിൽ വില ഇനിയും കൂടാതിരിക്കാനാണ് ഇതെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ഇറാൻ്റെ ഗാർഗ് ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണമാണ് ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ കൂടുതലായി ഉയരാൻ കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത്, ഇറാൻ്റെ കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയുന്നു. അതേസമയം ഇറാൻ്റെ അതിനിർണായകമായ സാമ്പത്തിക കേന്ദ്രമായ ഗാർഗ് ദ്വീപിൽ ആക്രമണം നടത്തി ക്രൂഡ് ഓയിലിൻ്റെ വില കൂട്ടുകയും ചെയ്യുന്നു. വല്ലാത്ത നയം തന്നെയാണ്. അതിനിടെ ആയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ട ആക്രമണത്തിൽ നിന്ന് മുജ്തബ ഖൊമൈനി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ദ ടെലിഗ്രാഫ് പത്രമാണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ നിർണായകമായ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആയത്തുള്ള അലി ഖൊമൈനിയുടെ താമസ സമുച്ചയത്തിൽ നിന്ന് അല്ലെങ്കിൽ താമസ സ്ഥലത്ത് നിന്ന് മുജ്തബ ഖൊമൈനി തോട്ടത്തിലേക്ക് എന്തോ ആവശ്യത്തിന് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് മിസൈൽ ആക്രമണം നടന്നത്. 3 മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് മുജ്തബ രക്ഷപ്പെട്ടതെന്നും ഈ റിപ്പോർട്ട് പറയുന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കിടയിലെ ഒരു യോഗത്തിൻ്റെ ഓഡിയോ രേഖ ഉദ്ധരിച്ചാണ് ദ ടെലിഗ്രാഫ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. മുജ്തബയുടെ കാലിനാണ് പരിക്കെന്നും ഈ ഓഡിയോയിൽ പറയുന്നുണ്ടെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മുജ്തബയുമായി ബന്ധപ്പെട്ട പുട്ടിൻ്റെ ചടുല നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ട്രംപും ഇസ്രയേലും. മുജ്തബയെ പുട്ടിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൽ അതീവ രഹസ്യമായി റഷ്യയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയി എന്നാണ് കുവൈറ്റ് കേന്ദ്രമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ ചാര സംവിധാനങ്ങളെല്ലാം മറികടന്നാണ് റഷ്യയുടെ ഈ സൈലന്റ് ഓപ്പറേഷൻ നടന്നത്. ഇതിനായി പ്രത്യേക സൈനിക വിമാനമാണ് റഷ്യ ഉപയോഗിച്ചത്. ഇസ്രയേൽ മുജ്തബയെയും ലക്ഷ്യം വെച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതീവ സുരക്ഷ മുൻനിർത്തി അദ്ദേഹത്തെ റഷ്യയിലേക്ക് മാറ്റിയതെന്നാണ് പറയപ്പെടുന്നത്. പുട്ടിൻ്റെ ഔദ്യോഗിക വസതികളിലൊന്നായ സോച്ചിയിലെ ബൊച്ചാരോ റുച്ചെ കൊട്ടാരത്തിന് അടുത്തുള്ള സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലാണ് മുജ്തബയുള്ളത് എന്നാണ് അറബ് മാധ്യമങ്ങളും ചില പാശ്ചാത്യ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം വാർത്തകളെ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്ന റഷ്യയുടെ നിലപാട് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ആകെ ദേഷ്യത്തിലാക്കുന്നുണ്ട്. ഇറാന് പിന്നിൽ പുടിൻ നിഴൽ യുദ്ധം നടത്തുന്നു എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. ഇറാൻ എല്ലാ ആക്രമണങ്ങളും ക്രോഡീകരിക്കുന്നത് അല്ലെങ്കിൽ ഇറാൻ്റെ എല്ലാ ആക്രമണങ്ങളും ക്രോഡീകരിക്കുന്നത് റഷ്യൻ നിർദ്ദേശപ്രകാരമാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. റഷ്യയും ചൈനയും തങ്ങളെ സൈനികമായി സഹായിക്കുന്നുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞതും ഇവർ ചൂണ്ടിക്കാട്ടുന്നു.
എന്നാൽ മുജ്തബയുടെ കാര്യത്തിലും സൈനിക സഹായത്തിൻ്റെ കാര്യത്തിലും മറ്റ് ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്നും റഷ്യയോ പുടിനോ പതിവ് പോലെ നിർണായകമായ മൗനത്തിലാണ്. എന്തായാലും ട്രംപും ഇസ്രയേലും ആകെ പെട്ട അവസ്ഥയിലാണെന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഹോർമൂസിലേക്ക് അമേരിക്ക സൈനിക നീക്കം നടത്തിയാൽ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം ഹൂതികളെ ഇറക്കി തടയും എന്നാണ് ഇറാൻ്റെ ഭീഷണി. ഇതും ട്രംപിനെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഒമാൻ വഴി വീണ്ടും ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ട്രംപിൻ്റെ ടീം തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെയാണ് പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുടെ ഒരു പോക്ക്. എന്തായാലും എത്രയും പെട്ടെന്ന് സംഘർഷ സാഹചര്യം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അടുത്ത വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.